ചെങ്ങന്നൂർ MC റോഡിലെ തിരക്കേറിയ മീൻ മാർക്കറ്റിലാണ് വോട്ടങ്ങാടി എത്തി നിൽക്കുന്നത്. തീർച്ചയായും വളരെ തിരക്കുള്ള സ്ഥലം. വൈകുന്നേരങ്ങളിലാണ് പൊതുവെ തിരക്ക് കൂടുതൽ. നമുക്ക് ഇത് ഏതിനാ വിലക്കുറവുള്ളത്? പെട്രോളിന് ഇത്രയും വില കൂടിയ സമയത്ത് അവർ മീൻ മേടിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? മറ്റേ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ? മക്കളെ ഈ ആവശ്യങ്ങളൊക്കെ പണ്ട് വരെ പറഞ്ഞിട്ടില്ല. ഒരാവശ്യങ്ങളും നടക്കത്തില്ല. അവർ വോട്ട് ചോദിക്കാൻ വന്നായിരുന്നു, കൊടുത്തേക്കാന്ന് പറഞ്ഞു, എല്ലാവർക്കും കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ 3 സ്ഥാനാർത്ഥികളും ജയിക്കണമെന്നുള്ള രീതിയിലാണ് വോട്ട് പിടിക്കാൻ നടക്കുന്നത്. തിരുവനന്തപുരം പഞ്ചായത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ കുറേ ആളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരമുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി തന്നിട്ടില്ല. രാഷ്ട്രീയ ചൂടൊക്കെ എങ്ങനെയുണ്ട്? ആലോചിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം. പൊതുവെ കേരളത്തിലെ അവസ്ഥ എല്ലാം ഒരുപോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ മാത്രം ഒരു അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ MC റോഡുകളൊക്കെ അല്പം പുരോഗമിച്ചിട്ടുണ്ട്, പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തുടർഭരണം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഖാവ് സജി ചെറിയാൻ ജയിക്കുകയാണെങ്കിൽ ഇപ്പം KKR നമ്മുടെ MLA നല്ല വികസനമാണ് ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ഒരു തുടർഭരണം അത് മാത്രമല്ല, ഇപ്പം ഭരിക്കുന്നത് നമ്മുടെ LDF മന്ത്രിസഭയാണ്. ഇവരെ പുള്ളിയും കൂടെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്നത്, ഇവർ 30 വർഷമായി മാർക്കറ്റ് വേണമെന്നൊക്കെ ആവശ്യപ്പെട്ട് എഴുതി കൊടുത്ത് ഒന്നും നടന്നില്ല എന്നാണ്. അപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മാർക്കറ്റ് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും ചെങ്ങന്നൂരിലുള്ള ജനങ്ങൾക്ക് നല്ല വികസനം അത് നേടിക്കൊടുക്കാൻ സജി ചെറിയാൻ മാത്രമേ കഴിയുള്ളൂ. ചേട്ടാ, മാർക്കറ്റൊക്കെ കിട്ടുമെന്നാണ് ഇതുവരെ പ്രതീക്ഷയില്ല. ജയിച്ചു കഴിഞ്ഞിട്ട് പറയാം. എന്തായാലും മീൻ വാങ്ങാൻ വന്നയാൾ പ്രതീക്ഷിക്കുന്നു പുള്ളിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റൊക്കെ വരും. അവിടെ നിന്ന് അദ്ദേഹത്തിന് മീൻ വാങ്ങാൻ ഭാഗ്യമുണ്ടാവുമോ, ഇദ്ദേഹത്തിന് മീൻ വാങ്ങാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.